ഹലോ ഗൈസ്, നമുക്ക് ഒരു കുത്തിത്തിരിപ്പ് പറയാം. ഇത് കുത്തിത്തിരിപ്പൊന്നുമല്ല കേട്ടോ, ഇച്ചിരി ഫാമിലി കാര്യം. കോസിപ്പ്. പ്രണവ് കൊച്ചു, ഇങ്ങനെ 3 പേരുകൾ അടിപെടുന്നുണ്ട്. അതായത് പ്രവീൺ, പ്രണവ് എന്ന് പറയുന്ന 2 സഹോദരങ്ങൾ തമ്മിൽ ഭയങ്കര സ്നേഹമായിരുന്നു. അവരുടെ ഓരോ വ്ലോഗും അവരുടെ ഒരു റീൽസും ഒക്കെ കണ്ട് അവർക്ക് ഭയങ്കര സ്പീഡിലായിരുന്നു ഒരു ഇതുണ്ടായിരുന്നു. 2-3 ഇയേഴ്സ് കൊണ്ട് തന്നെ അവർ നല്ല ഒരു മില്യൺ സബ്ബൊക്കെ അടിച്ച ആൾക്കാരാണ്. ഓൾമോസ്റ്റ് എത്രയാന്ന് പറഞ്ഞാൽ 4 പോയിന്റ് സംതിങ് ആണ് അവരുടെ ആ ചാനൽ, പ്രണവ് പ്രവീൺ എന്ന് പറയുന്ന ചാനലിന്റെ സബ്സ്ക്രിപ്ഷൻ. അപ്പോൾ അത്രയും നല്ല സ്പീഡിൽ കയറി അവർ 2 ഡാൻസ് അതൊക്കെ കൊണ്ട് തന്നെയാണ് അത് പെട്ടെന്ന് ആക്സെപ്റ്റൻസ് കിട്ടിയത്. സൂപ്പർ, ഒന്നും പറയാനില്ല. നല്ല ടാലന്റ് ഉള്ള 2 കുട്ടികൾ. അവരുടെ വീട്ടിലിപ്പോൾ പ്രശ്നം, അവിടേക്ക് ഒരു പെങ്കൊച്ചു വന്ന് കയറിയിട്ടുണ്ട്. പെൺകുട്ടി കൺസീവ് ആയിരുന്നു. 9 മാസമുള്ള സമയത്ത് അവിടെ എന്തൊക്കെയോ ഇഷ്യൂസ് ഉണ്ടായി. പുള്ളിക്കാരത്തി അതൊന്നും പറയാതെ തന്നെ അവര് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകുന്നതിന് പകരം ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി. ഈ ചർച്ച കുറച്ചു മുമ്പ് വന്നിരുന്നു. ഞാനിത് എടുക്കാത്തതിന്റെ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ, ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പ്രൈവറ്റ് ഹോസ്പിറ്റൽ എന്നൊരു കൺസിഡറേഷൻ ഒന്നുമില്ല. ഏറ്റവും നല്ല ഹോസ്പിറ്റൽ എന്ന് വെച്ചാൽ അത് ഗവൺമെന്റ് ഹോസ്പിറ്റൽ തന്നെയാണ്. കാരണം അവിടെ ഇരിക്കുന്ന പട്ടധാരി ഫേക്ക് ആയിരിക്കത്തില്ല, അയാൾക്ക് ഒറിജിനൽ ഇത് തന്നെയായിരിക്കും. മറ്റേത് ഫേക്ക് ആയിരിക്കും. ഒന്നിനു മുമ്പേ വയറ് കീറാൻ പറയും, മറ്റേത് പ്രസവിച്ചോളാൻ പറയും. ഇതൊരു അസുഖമല്ല, ഇതൊരു അവസ്ഥയാണ്, അത് അങ്ങോട്ട് അയക്കുമെന്ന് പറയും. അതേസമയം അപ്പുറത്ത് അങ്ങനെയല്ല. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ എനിക്ക് ഉണ്ടായിട്ട് ഞാൻ ഇത് മിണ്ടാതിരുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് ഇവരെ പറ്റി വലിയ ഗ്രാഹ്യമൊന്നുമില്ലായിരുന്നു. അന്ന് തൊട്ട് ഇവരുടെ ചാനൽ ഞാൻ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. വളരെ സന്തോഷമായി പോയിക്കൊണ്ടിരുന്ന ഒരു ഫാമിലി, അതിനേക്കാൾ സന്തോഷകരമായി ഒരു പെണ്ണ് വന്ന് കയറിയപ്പം അതും ഭയങ്കര സൂപ്പർ ഡൂപ്പർ ഹിറ്റ്. പിന്നെ എവിടെയാണ് താളപ്പിഴകൾ വന്നത്? 2 പേര് ഇപ്പം നമ്മുടെ വീട്ടിലൊക്കെ, ഞാനും ഒക്കെ സിബ്ലിങ്സിൻ്റെ കൂടെയൊക്കെ തന്നെയാണ് വളർന്നിട്ടുള്ളത്. അപ്പം പൊതുവിൽ നമ്മൾ വീട്ടിലെപ്പോഴും പറയുന്നൊരു കംപ്ലൈൻ്റ് ആണ്, മൂത്തതിനോട് ഇത്തിരി സ്നേഹം കൂടുതൽ, ഇളയനോട് സ്നേഹം കൂടുതൽ, എന്നോടില്ലാന്ന്. എൻ്റെ കംപ്ലൈൻറ്റ് ഇതാണ്. അപ്പം എൻ്റെ ഇളയ അനിയത്തിയൊക്കെ പറയണതെന്ന് പറഞ്ഞാൽ, മൂത്തതിൻ്റെ കൂടെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹം, എന്നെ ഒരു കണക്കാക്കല്, ഞാൻ ചെറുതായതുകൊണ്ട് എന്നെ മൈൻഡ് ചെയ്യുന്നില്ല, അങ്ങനെയാണ്. മൂത്തത് പറയണതെന്ന് പറഞ്ഞാൽ ഇത് 2ൻ്റെ കൂടെയാണ് ഉമ്മാക്ക് സ്നേഹം, നമ്മളടുത്ത് സ്നേഹമില്ല എന്ന്. ഇത് നോർമലി പൊസസീവ്നെസ്സിന്റെ മറ്റൊരു ലെവൽ എന്നതിനപ്പുറം ഇന്നാരോട് സ്നേഹം കൂടുതലെന്നല്ല, ഒരു കൺസിഡറേഷൻ ഉണ്ടാവും. ആ കൺസിഡറേഷൻ മനസ്സിലാക്കുക എന്നുള്ളതാണ് മറ്റേ ആള് ചെയ്യേണ്ടത്. ഈ അമ്മയ്ക്ക് 2 മക്കളും തുല്യം തന്നെയാണ്, ഒരു വ്യത്യാസം ഉണ്ടാകത്തില്ല. ഒരു വ്യത്യാസവും ഒരമ്മയ്ക്കും കാണിക്കാനൊക്കത്തില്ല. ചില രീതിയിൽ ഇപ്പൊ മക്കളുടെ സ്വഭാവങ്ങളുടെ അനുസൃതമായിട്ട് ചില മാറ്റങ്ങൾ അവരുടെ സ്വഭാവത്തിലുണ്ട്. അപ്പം ചില കുട്ടികൾ ഭയങ്കര സോഫ്റ്റ് ആൻഡ് ഭയങ്കര കെയറിങ് ആയിരിക്കും. 2 കുഞ്ഞുങ്ങൾ ഉള്ളത് കൊണ്ട് എനിക്ക് ആ വ്യത്യാസം അറിയാവുന്നതുകൊണ്ട് പറയുന്നതാണ്. എൻ്റെ 2 മക്കളും 2 പേർക്കും എന്നെ ഭയങ്കര ഇഷ്ടമാണ്, എനിക്കും തിരിച്ചിഷ്ടമാണ്. പക്ഷെ ചിലയിടങ്ങളിൽ എനിക്ക് ഒരാളോട് കുറച്ച് അല്പം കൂടുതൽ സ്നേഹം തോന്നും, ഒരാളോട് കുറച്ച് കൂടുതൽ സ്നേഹം ഇപ്പുറത്തോട്ട് മാറി തോന്നും. അത് ചില അവസരങ്ങൾക്കനുസരിച്ചിട്ടായിരിക്കും. എന്ന് വെച്ചിട്ട് മക്കൾ 2ഉം തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. വ്യത്യാസപ്പെടുത്താൻ ഒരമ്മയ്ക്കും സാധിക്കത്തില്ല എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അവനവന്റെ കയ്യിരിപ്പ് കൊണ്ടായിരിക്കും ചിലപ്പോൾ അമ്മമാര് ചില രീതിയിലൊക്കെ പറയണത്. എന്ത് വന്നാലും ഈ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ അമ്മയുടെ പ്രാണൻ നോവും എന്നുള്ളത് വസ്തുത. അപ്പൊ ഇതിനകത്തേക്ക് എനിക്ക് മനസ്സിലായതാണ് പറയുന്നത്. മറ്റുള്ളവരുടെ കോപ്പി പേസ്റ്റ് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നമ്മളൊരു കുടുംബത്തിലേക്ക് ചെന്ന് കയറുമ്പോൾ ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ആ വീട്ടിൽ ഒരു താളമുണ്ട്. ആ താളം തെറ്റിക്കാനല്ല നമ്മൾ അങ്ങോട്ട് ചെന്ന് കയറേണ്ടത്. ആ താളത്തിനൊത്തു പോകാൻ പറ്റുമെങ്കിൽ പോവുക, അല്ലെങ്കിൽ തനിക്കൊരു താളം ഉണ്ടാക്കി ആ താളത്തിനൊത്ത് നീ തുള്ളുക, അവരവരുടെ താളത്തിന് തുള്ളട്ടെ എന്ന് വെക്കുക. എപ്പോഴും നമ്മൾ അവിടെ ചെന്നിട്ട് നമ്മൾ വേറെയാണ് എന്നൊരു കൺസിഡറേഷൻ നമുക്കിടയിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത് നമ്മുടെ ഭർത്താവിനെ സ്ക്രൂ വെച്ച് മാറ്റിയെടുക്കുമ്പോൾ ഓർക്കുക, നമ്മൾ നഷ്ടപ്പെടുത്തുന്ന നമ്മുടെ സ്വസ്ഥത, ഭർത്താവിന്റെ കുടുംബത്തിന്റെ സ്വസ്ഥത ഒക്കെ ആയിരിക്കും. ഒരു വീട്ടിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ പോരാളികൾ തന്നെയാണ്. മരുമക്കളായി നമ്മളൊരു വീട്ടിലേക്ക് ചെന്ന് കയറുമ്പോൾ പോരാളികൾ തന്നെയാണ്, അതിനകത്ത് തർക്കമൊന്നുമില്ല. പക്ഷേ അവിടെ ഉള്ള ആ ഒരു നല്ല ഒരു അറ്റ്മോസ്ഫിയർ നഷ്ടപ്പെടുത്താതിരിക്കാൻ നമ്മളാൽ കഴിയണം നമ്മൾ ഡൊണേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിനകത്ത് ഈ പെൺകുട്ടി പറയുന്ന കണക്ക് ഒന്നും എനിക്ക് ഒരു അല്പം പോലും തോന്നിയിട്ടില്ല. പിന്നെ കരയുന്നതൊക്കെ നന്നായി അഭിനയിക്കുന്നുണ്ടെന്നായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. നല്ല അഭിനയം, സൂപ്പർ അഭിനയം. കൺസീവ് ആകുന്നു, 9 മന്ത് ആകുന്നു, ആ ഒരു സമയത്ത് കിട്ടേണ്ട കൺസിഡറേഷൻ കിട്ടുന്നില്ല വെച്ചാല് സ്പോട്ടിൽ അപ്പോഴേ മാറണമായിരുന്നു. അവിടെ കിടന്ന് തല്ലും പിടിക്കൊന്നും പോകരുതായിരുന്നു. ഇത് ആ പയ്യൻ ഉണ്ടാക്കിയെടുത്ത്, അതായത് 2 പേരൂടെ ചേർന്നുണ്ടാക്കിയെടുത്ത ചാനലും കൊണ്ട് ചേട്ടച്ചാരെയും വിളിച്ചോണ്ട് പോവാൻ ആ പെങ്കൊച്ച് കാണിച്ചൊരു ഉത്സാഹം മാത്രമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ നോർമലി നാം മരുമക്കളെടുത്ത് ഒരുപാട് സപ്പോർട്ട് പറയുന്ന ആളാണ്. പക്ഷെ ഈ ഒരു വിഷയത്തിൽ പെങ്കൊച്ചിന്റെ ഭാഗത്ത് ഒരു ന്യായമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. പിന്നെ തല്ലിയോ പിടിച്ചോ എന്നുള്ളത്, ചെറുക്കനിക്ക് അടി കൊട്ടിയെങ്കിൽ 2 കൊള്ളേണ്ടത് തന്നെയാണ്. വീട്ടില് അങ്ങനെ ഒരു കലുഷിതമായ അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. എന്തിനാ ഇപ്പൊ നമ്മുടെ സഹോദരങ്ങളെ, നമ്മുടെ അമ്മ അച്ഛനും അല്ലേ 4-3-7 പറഞ്ഞെന്ന് പറഞ്ഞ് ഉടനെ അടിക്കാൻ കയറുകയാണ് ചെയ്യുന്നത്.
ഇവൻ കൈവെക്കാതെ അങ്ങേര് കൈവെക്കൂ? ഇനി അങ്ങേര് 2 തല്ലിന്ന് തന്നെ, അച്ഛൻ തന്നെ അല്ലയോ, വേറെ പുറത്തുനിന്ന് ആരും വന്ന് തല്ലിയതൊന്നും അല്ലല്ലോ. ഞാൻ ഇപ്പോഴും ചലഞ്ച് ചെയ്യുന്ന ഈ പയ്യനോട്, പ്രവീണിനോട്, അയാളെ നിർത്തിക്കൊണ്ട്, ആ അച്ഛനെ നിർത്തിക്കൊണ്ട് ഞാൻ വന്ന് പ്രവീണിന് ഒരു അടി അടിച്ചാൽ അച്ഛൻ്റെ കൈ എൻ്റെ നേരെ ഓട്ടോമാറ്റിക്ക് നീങ്ങും. അത്രേ ഉള്ളൂ, അത്രേ ഇതിനകത്തുള്ളൂ. കുടുംബമാണ്, ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും, ഒന്നിച്ച് ജീവിക്കുന്നവരാണ്, ചില വശപ്പിശകുകൾ, ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും, സാധ്യതയുണ്ട്. അല്ലാതെ ഇവള് പറയുന്ന കണക്ക് ഈ പെങ്കൊച്ചു സ്ക്രൂ വെച്ച് കൊടുത്തിരിക്കുന്ന ഇളയവനോടാണ് സ്നേഹം, മൂത്തവനോട് സ്നേഹമില്ല. അവർക്കെന്ത് വ്യത്യാസം? എന്തിനാ വ്യത്യാസപ്പെടുന്നത്? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് മുമ്പ് ഉണ്ടായിരുന്നിരിക്കണം. അവിടെ അവർ രണ്ടുപേരും വളരെ ഹാപ്പി ആയിരുന്നു. അവരുടെ സക്സസ്, അവരുടെ ഹാപ്പിനെസ് തന്നെയാണ് അവർ വിറ്റത്. അത് തന്നെയാണ് അവരുടെ വ്യൂ, അത് തന്നെയാണ് അവരുടെ സബ്സ്ക്രിപ്ഷനും. അപ്പോൾ ഇത്രയും പേര് സബ്സ്ക്രൈബ് ചെയ്ത ഒരു വലിയ ചാനലിൽ ഇനി മുൻപോട്ട് അവരില്ല. അവരവരെ പാട് നോക്കി പോകുന്നു, ഇവരിവരെ പാട് നോക്കി പോകുന്നു. ആ പയ്യൻ പുതിയൊരെണ്ണം തുടങ്ങുന്നു, അവനും ടപ്പേന്ന് കയറുന്നു. 4 ലക്ഷത്തിലേക്ക് അവനും ഓടി കയറി, 5 ലക്ഷത്തിലേക്ക് ഓടി കയറി. ചേട്ടൻ വീഡിയോ ഇട്ട ഉടനെ 5 ലക്ഷം എന്നുള്ളത് 4 ലക്ഷത്തിലേക്ക് താനെ ഇടിഞ്ഞങ്ങ് വീണു. ഇതൊക്കെ ചെയ്യുമ്പോൾ ചേട്ടച്ചാരെ ഓർക്കണ്ടേ, ഈ ആരെയാണ് പൊതുസമൂഹത്തിന് ഇട്ടുകൊടുക്കുന്നത്? സ്വന്തം അച്ഛനെയും അമ്മയോ? നമ്മൾ വിവാഹം കഴിക്കുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമുക്കൊരു കുടുംബമുണ്ട്. നമ്മൾ ചെന്ന് കൊണ്ടുവരുന്ന പെൺകുട്ടി അല്ലെങ്കിൽ ചെന്ന് കയറുന്ന വീട്ടിലെ ആ പുരുഷനൊരു കുടുംബമുണ്ട്. രണ്ടാമത്തെ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് എടുത്തു വെച്ച് അവരെ അങ്ങ് പുറത്തേക്ക് കളയാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇല്ല എന്ന് ഓർക്കുക. നമ്മുടെ കുടുംബവും ആ കുടുംബത്തിലെ സ്വസ്ഥതയും, നമ്മൾ ചെന്ന് കയറുന്ന വീട്ടിലെ കുടുംബവും ആ കുടുംബത്തിലെ സ്വസ്ഥതയും ഒക്കെ നമ്മുടെ കയ്യിലാണ്. ഈ 2 ജീവിതങ്ങൾ തമ്മിൽ ഒന്നിക്കുമ്പോൾ അവർക്ക് തോന്നുന്ന ഒരു പ്രത്യേകതരം ചിന്താധാര അവിടെ ഉള്ളവർക്ക് തോന്നണമെന്നില്ല. അവർക്കത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുക. അറ്റ്ലീസ്റ്റ് സമയം കൊടുക്കുക. ഇതൊന്നും ഇല്ലാതെ എടുത്തോ പിടിച്ചോ ബഹളം, അതിന്റെ കൂടെ തന്നെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ, അയൽവക്കത്ത് പോലും പറയാൻ പാടില്ലാത്തൊരു കാര്യം ചാനലിൽ കൂടെ ലോകം മുഴുവൻ അങ്ങോട്ട് വിളിച്ച് പറഞ്ഞു കൊടുത്ത് ആളുകളെ കൊണ്ട് കളിയാക്കിച്ച് എന്ത് കിട്ടി? ആ അമ്മയും അച്ഛനെ ആളുകൾ എടുത്തിട്ട് കളിയാക്കണാകുമ്പോൾ ഈ മകന് സന്തോഷമായോ? ആ പെൺകൊച്ചിന് സന്തോഷമാവും. എന്തുകൊണ്ടാണെന്നറിയാമോ? അതാണ് ഞാൻ പറഞ്ഞത്, ആ പെൺകുട്ടി ആ കുടുംബത്തിലേ ചേരാൻ വന്നവളല്ല. ഒന്നാമത്തെ കാര്യം, ഇവർ തല്ല് കിട്ടിയ കാര്യം വീഡിയോ എടുത്ത് വയ്ക്കുന്നു, ആവശ്യപ്പെട്ട ഒരു അവസരത്തിൽ അതെടുത്ത് പബ്ലിഷ് ചെയ്യുന്നു. ആ കുടുംബവുമായിട്ട് അവർക്ക് യാതൊരു രീതിയിലുള്ള ഒരു സ്നേഹവായ്പും ഇല്ല എന്നുള്ളതിന്റെ തെളിവാണത്. ഇതിനൊക്കെ ഈ പയ്യൻ പിന്നീട് വേദനിക്കും. ഈ പറയുന്ന രീതിയിൽ അമ്മയും അച്ഛനെയും അനിയച്ചാരെയും എടുത്തു വെച്ച് കൊടുക്കുന്നവർക്ക് ഒരു ദിവസം സത്യം മനസ്സിലാവും, അവരുടെ ഭാഗത്ത് ന്യായമുണ്ടെന്ന്. പയ്യൻ അടിക്കാൻ കയറി എന്ന് പറയുന്നുണ്ട്, അനിയത്തി പിന്നെ ചേട്ടന്റെ ഭാര്യയെ തല്ലാൻ കയറി, വയറ്റി ചവിട്ടി. നല്ല ഡ്രാമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യണത്. ഫയറ്റിലൊക്കെ ചവിട്ടിയ സ്പോട്ടിൽ ആശുപത്രി കൊണ്ടുപോകേണ്ടി വരും. കാരണം 9ാമത്തെ മാസമാണ്, ഒരു തമാശയും നടക്കത്തില്ല. അവിടെ എന്തോ പിടിയോ വെളിയോ ഒക്കെ നടന്നിട്ടുണ്ട്. ചേട്ടച്ചാർക്ക് നല്ല അടി കിട്ടിയിട്ടുണ്ട്. അത് പിന്നെ അച്ഛൻ്റെ 2 കൊണ്ടക്കി ഇറങ്ങിപ്പോടാ എന്ന് പറയുമോ, അതൊക്കെ ഞങ്ങളും ഒക്കെ പറയാറുണ്ട്. ഇപ്പൊ എനിക്കും കിട്ടിയിട്ടുണ്ട്. എൻ്റെ അമ്മയെ കാണാൻ ചെല്ലുന്നതിന്റെ എന്തെങ്കിലും ഒരു ചെറിയ ശപിശക്കൊണ്ടായാലും അമ്മ പറയും ഇറച്ചി പൊടിയെന്ന് പറയും. പോകുമ്പോൾ നിന്റെ മക്കളെയും കൂടെ എടുത്തോണ്ട് പോകുമെന്ന് പറയും. അങ്ങനെയൊക്കെ ഇൻസൾട്ട് ചെയ്യാറുണ്ട്, പല കോലങ്ങളും പറയും. അതൊക്കെ അച്ഛനും അമ്മയല്ലേ പറയുന്നത്, നാട്ടുകാരല്ലല്ലോ. അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല, ചില ഫെയില്യൂർ ആണെന്നുള്ളതാണ്. ഒരു കാര്യം പറയാം, ഇപ്പം ഇവനെ കൂട്ടിക്കൊണ്ടുപോയി സ്ക്രൂ വെച്ച് കൊണ്ടുപോയി കൂടെ കൊണ്ടുവച്ചിരുന്ന് സംസാരിക്കുന്ന മാഡത്തിന് നാളെ ഒരു ദിവസം ഇവൻ അച്ഛനും അമ്മയോട് എന്ത് കാണിച്ചോ അത് നിന്നോടും കാണിക്കും. അന്ന് നിനക്ക് പരാതി പറയാൻ പോലും ആരും ഉണ്ടാവില്ല. ഇപ്പൊ ആ അച്ഛനും അമ്മയെങ്കിലും നിനക്ക് സപ്പോർട്ടീവായിട്ട് ഉണ്ടാകുമായിരുന്നേനെ, അതുമില്ല. ചില പെൺകുട്ടികൾക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണ്, ഒരു കുടുംബത്തിൽ ചെന്ന് കയറുമ്പോൾ അവർ പറയും മുമ്പ് ഇങ്ങനെയല്ലായിരുന്നു, ഇപ്പൊ ഇങ്ങനെ ആയല്ലോ, നീ വന്നതിന്റെ പൂത. അത് സത്യമാണ്. അതിനുടനെ നമ്മൾ ഗിൽറ്റി ഫീൽ ചെയ്യേണ്ട കാര്യമില്ല. വീട്ടിലൊരാൾ വരുന്നു, വീട്ടിലൊരാൾ കാണാനുണ്ടെങ്കിൽ കുറച്ച് ഷോ ഓഫ് ആണുങ്ങൾ നോർമലി കാണിക്കും. അത് ആ ടൈമിൽ അമ്മയ്ക്കും അച്ഛനും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. നിങ്ങളുടെ മോനും ഉള്ളിലുള്ളിൽ ഈ മൃഗം ഉണ്ടായിരുന്നു, അത് ഞാൻ വളർത്തി കൊടുത്തതൊന്നുമല്ല, എന്നെ കാണിക്കാനാണ് അവൻ കിടന്ന് ഈ ഷോ കാണിക്കണേന്ന് പറഞ്ഞു കൊടുക്കാൻ, അത് നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ സാധിച്ചാൽ പ്രശ്നം അവിടെ കോംപ്രമൈസ് ചെയ്യും. ഞാനിവിടെ ഒന്നുമല്ല, ഞാൻ 3rd പേഴ്സൺ ആണ്. ആ ഒരു ഈഗോയും വെച്ചുകൊണ്ട് അവിടുത്തെ ഓരോ കാര്യങ്ങളിൽ ഇറങ്ങിയിരുന്നാലും ഇത് സംഭവിക്കാൻ സാധ്യതയുണ്ട്. 2 കൂട്ടരും മനസ്സിലാക്കി തീർക്കേണ്ട ഒരു പ്രശ്നത്തിനെ പൊതുസമൂഹത്തിന് ഇട്ടുകൊടുത്ത് ആളുകളെ കൊണ്ട് ചിരിപ്പിക്കുന്നു എന്നതിനപ്പുറം ഇതിനകത്ത് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ ഞാൻ വേണ്ട എന്ന് വെച്ചിട്ട് മിണ്ടാതിരുന്നത്. കാരണം അഭിപ്രായം പറയുമ്പോൾ പലരും പറയും ഞാൻ നോർമലി മരുമക്കളെ ഭാഗം പറയുന്ന ആളാണ്, പക്ഷെ ഇതിനകത്ത് ആ പെൺകുട്ടിയുടെ ഫേസ് എക്സ്പ്രഷൻ, അവളുടെ ആറ്റിറ്റ്യൂഡ് നിങ്ങളൊന്നും കൂടെ കണ്ടു വെക്കുക ആ വീഡിയോ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. പ്രവീൺ പ്രണവ് എന്നാണ്. അത് മാത്രമല്ല മറ്റേ പയ്യന് സംഭവിക്കുന്നതും ഡീഗ്രേഡിംഗ് ആണ്. അവന്റെ ചാനലിൽ ഭയങ്കര കമന്റാണ്. കമന്റ്സ് മാത്രമല്ല, അവന്റെ ചാനലിൽ നിന്ന് ടപ്പേ നാളുകൾ ഇറങ്ങിപ്പോകുന്നു.
സ്വന്തം അമ്മ അടിച്ചു, സ്വന്തം സഹോദരൻ അടിച്ചു, നമുക്ക് കേസ് കൊടുക്കണ്ടേന്ന് ചോദിക്കുന്ന ചേട്ടനാണ് കേട്ടോ. ഭയങ്കര സംഭവം. അത്രയും സ്നേഹവും വാരിക്കോരി വിതറി കാണിച്ച് റീൽസിൽ കൂടെയൊക്കെ ലക്ഷക്കണക്കിന് രൂപ ഉണ്ടാക്കിയത് ഈ അച്ഛനെ അമ്മയും അനിയനെയും വെച്ചെന്നുള്ളത് ആ ചേട്ടൻ മറന്നുപോയി. ആ ചെറുക്കനിക്കും കൂടെ അവകാശപ്പെട്ട ചാനലാണ് മാപ്പിളയും പെണ്ടാട്ടിയും കൂടെ എടുത്തുകൊണ്ട് ഞാൻ ഇറങ്ങിപ്പോകുന്നത്. അർഹതപ്പെട്ട സാധനമല്ല കയ്യിലിരിക്കുന്നെന്നുള്ളത് സ്പഷ്ടം. അത് ആ ചെറുക്കനായതുകൊണ്ട് എനിക്കത് വേണ്ട, ഞാൻ പുതിയതൊന്ന് തുടങ്ങും എന്ന് പറഞ്ഞ് ആ പയ്യൻ വേറെ തുടങ്ങി. അവനത് മതി ധാരാളം. അവനത് സെറ്റിലായിക്കോളും. നിങ്ങളെക്കാൾ ഉയരത്തിൽ അവനെത്തും. നിങ്ങളോ ഇതിനേക്കാൾ കഷ്ടപ്പെടും. പ്രസവ സമയത്ത് ഇങ്ങനെ കഷ്ടപ്പെടേണ്ടി വന്നു. കയ്യിരിപ്പുണ്ടല്ലേ, കുറച്ച് ഒരു പൊടിക്ക് അടങ്ങണ്ടേ. നമ്മൾ പ്രഗ്നന്റ് ആകുന്ന സമയത്തൊട്ട് നമ്മളെ ഒരുപാട് കൺസേൺ ചെയ്യണം. നമ്മളായിട്ടൊരു പ്രോബ്ലത്തിന് പോയി ചാടി കൊടുക്കരുത്. കാരണം നമ്മളുടെ എല്ലാ റിയാക്ഷനെയും ബാധിക്കുന്നത് കുഞ്ഞിന്റെ വളർച്ചയിലാണ്. ആ കുഞ്ഞിനത് മനസ്സിലാകും. പിന്നീട് ഫ്യൂച്ചറിൽ ആ കുഞ്ഞ് ഇതിനേക്കാൾ വൾഗറായ വയലന്റായ ഇത് ഉണ്ടാക്കിയെടുക്കും എന്നുള്ളതാണ് വസ്തുത. അതാണ് പ്രസവ സമയത്ത് നല്ല മ്യൂസിക് കേൾക്കൂ, നല്ലത് പറയൂ, അങ്ങനെ ഒരുപാട് എക്സൈറ്റ്മെന്റ് ആകുന്ന സാധനങ്ങളൊന്നും ഗർഭിണിയുടെ അടുത്ത് പോയി പറയാത്തത്. അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ, അതുപോലെ ഒരു 5 മാസം 6 മാസം കഴിഞ്ഞാൽ നമ്മൾ ഏത് വിഭാഗമാണോ ആ വിഭാഗക്കാർ അവരവരുടെ പ്രയറും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു കൊടുക്കുന്നത് ഒക്കെ അതൊക്കെ കേൾക്കുന്നുണ്ട് ആള് അകത്തിരുന്നിട്ട്. അതൊക്കെ ഒരുപാട് പുരാണങ്ങളിൽ അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. വയറ്റിനകത്തിരുന്നുകൊണ്ട് കാര്യം കേൾക്കണമെന്ന്. അഭിമന്യു വയറ്റിനകത്തിരുന്നുകൊണ്ട് എന്തോന്നാ പഠിച്ച അരകുറ പഠിച്ചതിനാണ് അവസാനം മരണപ്പെട്ടു പോയെന്നൊക്കെ കേട്ടിട്ടില്ലേ. അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ വേണം. അത് മാത്രമല്ല, ഒരുപാട് റീൽസ് ഞാൻ കണ്ടു. ഒരുപാട് റീലുകളിലൊക്കെ ആ അമ്മ ഭയങ്കര ഹാപ്പിനെസ്സോട് കൂടി തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. പക്ഷെ ഇപ്പം ആ അമ്മയെയും അനിയനെയും അച്ഛനെയും നോക്കിയാൽ മനസ്സിലാവും അവരാകെ ചത്ത് കുത്തിയിരിക്കുകയാണ്. അവരെ വീണ്ടും കൊല്ലാനായിട്ട് കുറെ വീഡിയോയും കൊണ്ട് വന്നിരിക്കുകയാണ് മരുമകളും മോനും കൂടെ. നല്ല മോൻ, നല്ല മരുമകൾ. ഇന്നത്തെ മരുമകൾ, നാളത്തെ അമ്മായിയമ്മ. നിങ്ങൾക്കും ഇത് തന്നെയാണ് പറയുന്നത്, ഇത് തന്നെയാണ് വെച്ചിരിക്കുന്നത്. കർമ്മ വിൽ സ്ലാപ്പ് ഇൻ എ വെരി വെരി ബാഡ് മാനർ. ഫോർ ഷുവർ അതങ്ങനെ ഉണ്ടാവുള്ളൂ. ആ ചാനലിനെ കൊണ്ടാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ ലക്ഷക്കണക്കിന് രൂപയുടെ വരുമാനമുള്ള ഒരു ചാനലായിരിക്കും. അപ്പോൾ തന്നെ ഇടുന്നതൊക്കെ കണ്ടില്ലേ, 41 ലക്ഷം ഒക്കെയാണ് ആൾക്കാർ കാണാൻ പോകുന്നത്. എത്ര രൂപ അതിന് കിട്ടുമെന്നറിയാം. ആ ഒരൊറ്റ വീഡിയോയ്ക്ക് തന്നെ 1,00,000 രൂപ കിട്ടും അവർക്ക്. 400 പേര് കണ്ടാൽ തന്നെ 35,000 കിട്ടും. അപ്പം 41 അതിന്റെ മുകളിൽ ആൾക്കാർ കണ്ടിട്ടുണ്ടെങ്കിൽ എത്ര രൂപ കിട്ടുമെന്ന് ആലോചിച്ച് നോക്കിയാണ്. 400-നെ അത്ര കിട്ടുമെങ്കിൽ അതിന് മുകളിൽ പോയിട്ടുണ്ടെങ്കിൽ എത്ര രൂപ കിട്ടുമെന്ന് ആലോചിച്ച് നോക്കുക. അത് ട്രൂ ആയിട്ട് പറയുകയാണെങ്കിൽ നന്നായി ബിസിനസ് വൽക്കരിച്ച് അവരവരുടെ ജീവിതം പൊതുസമൂഹത്തിന് ഇട്ടുകൊടുത്ത് ആളുകളെ കൊണ്ട് ചിരിപ്പിക്കുന്ന ഒരു പ്രത്യേകതരം കുടുംബം. അതിനപ്പുറം ഒന്നുമില്ല. സോറി ടു സേ, ഇതിനകത്ത് അമ്മായിയമ്മയുടെ കുറ്റം പറഞ്ഞില്ല, അമ്മായിയമ്മയുടെ പോര് പറഞ്ഞില്ല എന്നൊന്നും പറയരുത്. അമ്മായിയമ്മയ്ക്ക് പോരുണ്ടാകും, അത് സ്വാഭാവികമാണ്, അത് നമ്മൾ മനസ്സിലാക്കുക. ഞാനതാ പറഞ്ഞ അഡ്ജസ്റ്റ്മെന്റ് ആണ് ഏറ്റവും നല്ലത് അമ്മായിയമ്മ മരുമകൾക്കിടയിൽ. ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. ഇവർക്ക് രണ്ടുപേർക്കും അണ്ടർസ്റ്റാൻഡിങ് ഒരിക്കലും വരത്തില്ല. കാരണം ഇവർ രണ്ടുപേരും വഴക്കൂടുന്ന ഒരാൾക്ക് വേണ്ടിയിട്ടാണ്. ഈ മകൻ എന്നത് എൻ്റെ മകൻ, ഞാൻ നോക്കി, ഞാൻ വാരി കൊടുത്ത് വളർത്തി, ഞാൻ പൊന്നുപോലെ നോക്കി, പെട്ടെന്ന് ഒരുത്തി വരുന്നു, അവക്ക് വേണ്ടിയിട്ട് എന്നെ തള്ളി പറയണമെന്ന് ഒരമ്മയ്ക്ക് സഹിക്കാനാവാത്ത കാര്യമാണ്. അപ്പം ആ പയ്യൻ എന്ത് ചെയ്യണം? വിവാഹത്തിന്റെ ആദ്യ രാത്രിയിൽ അങ്ങോട്ട് ഉമ്മ വയ്ക്കാൻ കയറുന്നതിന് മുമ്പേ കാര്യം പറഞ്ഞു കൊടുക്കണം. എൻ്റെ അമ്മ അതൊരു ഇതാണ്, അത് കഴിഞ്ഞേ എനിക്ക് എന്തും വരുള്ളൂ, അത് തിരിച്ചറിവുണ്ടാക്കി കൊടുക്കണം. അല്ലാതെ പിന്നെ അമ്മയെ അങ്ങോട്ട് ഇവളിരുന്ന് കുറ്റപ്പെടുത്തുമ്പോൾ അമ്മയുടെ മുമ്പിൽ വെച്ച് പറയാതെ മാറ്റി കൊണ്ടുപോയി രഹസ്യമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കാര്യം പറഞ്ഞു കൊടുക്കാനുള്ള തിറമയുണ്ടാണ്. ആ മെച്യൂരിറ്റി ഇല്ലാത്ത മക്കൾക്ക് കെട്ടിച്ചു കൊടുക്കരുത്. കൊടുത്താൽ നമ്മൾ ഇതുപോലെ കരയേണ്ടി വരും. ആ മെച്യൂരിറ്റി ആ മക്കൾക്ക് ഉണ്ടാകണം, അത് പറഞ്ഞു കൊടുക്കണം. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? അമ്മ മാറി കൊടുക്കാൻ. ഇത് അവിടെ അമ്മായിയമ്മയും മരുമകളും അല്ല വഴക്ക്. മെയിൻ വഴക്ക് അനിയച്ചാരുമായിട്ടാണ്. അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് അവിടെ പ്രശ്നം മരുമകളാണ്, വേറെ ആരുമല്ല. അമ്മായിയമ്മയുമായിട്ടാണ് ഇഷ്യൂ എങ്കിൽ നമുക്ക് പറയാതെ അമ്മായിയമ്മയും മരുമ. ഈ പയ്യനുമായിട്ട് എന്താ ഇഷ്യൂ? കുശുമ്പ്, അസൂയ. ഈ ചാനലും കൊണ്ട് നല്ലൊരു എമൗണ്ടും കിട്ടി അവർക്ക് പെട്ടെന്നൊരു വീട് വെച്ച് മാറണം. അതിന് കാണിച്ച കുത്തിക്കഴപ്പെന്നതിനപ്പുറം ഇതിനകത്ത് ഒന്നുമില്ലെന്നാണ് എനിക്ക് മനസ്സിലായത്. നിങ്ങളുടെ അഭിപ്രായം കമന്റ് രേഖപ്പെടുത്തുക. ഓഫ് കോഴ്സ് ഐ ആം വെൽക്കമിങ് ലോട്ട്സ് ഓഫ് വായ്ത്താളംസ്. കമണ്ട്ര, നോ പ്രോബ്ലം. നിങ്ങൾ ഇഷ്ടംപോലെ കൊണ്ടുവന്നിട്ടോളൂ, എനിക്കൊരു കുഴപ്പമില്ല. എൻ്റെ അഭിപ്രായത്തിൽ നിന്ന് ഞാൻ മാറി പറയത്തില്ല. ഇറ്റ്സ് ലൈക്ക് എനിക്ക് മനസ്സിലായ കാര്യമാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് അങ്ങനെയാണ് മനസ്സിലായത്. ഞാനത് ശരിക്കും നോക്കുമ്പോഴത്തേക്കും ആ പെങ്കൊച്ചിൻ്റെ കയ്യിലാണ് തെറ്റ്. ഇപ്പോൾ കാണിക്കുന്നത് പക്ക അഭിനയമാണ്. നന്നായി അഭിനയിക്കാൻ അറിയാമെന്നുള്ളത് അതിനെ കണ്ടാലറിയാം. നിങ്ങൾ വേണമെങ്കിൽ ഇനി പോയി നോക്കൂ. ഇത്രയും നേരം കേട്ടതുപോലെയല്ല, ഇനി പോയി നിങ്ങൾ നോക്കൂ. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ചെറുക്കനും അഭിനയിക്കുകയാണ്, ആ പെണ്ണും അഭിനയിക്കുകയാണ്. അയ്യോ, അങ്ങ് തകർക്കാണ്. മനസ്സ് നൊന്ത് കരയണതും ക്യാമറയ്ക്ക് വേണ്ടി കരയണതും കണ്ടാൽ മനസ്സിലാവും. അത്ര അപക്വതയൊന്നുമല്ല, ഇതൊരു തരം കുത്തിക്കഴപ്പ്, അത്രേ ഉള്ളൂ. എങ്ങനെയും ആ കുടുംബത്തിനെ ഈകഴ്ത്തുക. അവരാണെങ്കിൽ ആ ഭാഗത്തുനിന്ന് ഒരു കുറ്റവും പറയാതെ മിണ്ടാതിരിക്കുന്നു. അവർക്ക് എപ്പോൾ വേണമെങ്കിലും വരാമല്ലോ. ഒരു ദേഷ്യത്തിന് പറഞ്ഞു പോട്ടെ, തിരിച്ചു വരാമല്ലോ.
വേണ്ട, വന്നില്ലെങ്കിൽ വേണ്ട, അവർ സെറ്റിൽ ആയിക്കോട്ടെ, നോ പ്രോബ്ലം. എന്തിന് നാട്ടുകാർക്ക് ഇട്ടുകൊടുത്തു എന്നുള്ളത് എൻ്റെ ചോദ്യം. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.